തകർച്ചാ ഭീഷണിയിൽ പാലക്കാട്ടെ ആലത്തൂർ സർക്കാർ മെഡിക്കൽ കെയർ ഫാർമസി കെട്ടിടം. ആലത്തൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന മെഡികെയർ ഫാർമസി കെട്ടിടത്തിന്റെ സീലുകൾ അടർന്നു വീഴുകയാണ്. അപകട ഭീതിയോടെയാണ് നിരവധി ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നത്. ഫാർമസിയിൽ മരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്നതും ചിതലരിച്ച് ദ്രവിക്കുകയാണ്. അരുൺ ആലത്തൂരിന്റെ വിശദാംശങ്ങളുമായി. അരുൺ, പറയൂ എന്താണ്? ആലത്തൂർ താലൂക്ക് ആശുപത്രി നവീകരണവും മറ്റുമൊക്കെ അടുത്തിടെയാണ് പൂർത്തിയായത്. അപ്പോഴും ഈ മെഡികെയറിന്റെ ഫാർമസി കെട്ടിടം വലിയ ശോചനീയാവസ്ഥയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഈ മെഡികെയർ ഫാർമസി കെട്ടിടത്തിന്റെ സീലിംഗുകൾ ഇപ്പോൾ മഴ ശക്തമായതോടുകൂടി നിരന്തരം അടർന്നു വീഴുന്ന ഒരു സ്ഥിതിയാണ്. അപകട ഭീതിയോടെയാണ് ഇവിടെ ഈ നിരവധി ജീവനക്കാർ ജോലി ചെയ്യുന്നത്. മെഡികെയർ ഫാർമസിയിൽ മരുന്നുകൾ സൂക്ഷിക്കുന്നത് ചിതലരിച്ച് ദ്രവിച്ച കബോർഡുകളിലാണ് എന്നുള്ളതാണ്. വിലപിടിപ്പുള്ള മരുന്നുകൾ ഉൾപ്പെടെയാണ് ഇവിടെ സൂക്ഷിക്കുന്നത്. ഇത് മോശം അവസ്ഥയിൽ സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥ അവർക്കുണ്ട് എന്നുള്ളതാണ്. സുരക്ഷിതമായ മറ്റൊരു കെട്ടിടത്തിലേക്ക് ഫാർമസി മാറ്റി പ്രവർത്തിപ്പിക്കണം എന്നുള്ളതാണ് ആവശ്യം ശക്തമാവുന്നത്. മാത്രമല്ല, ഈ സീലിംഗുകൾ അടർന്നു വീഴുന്ന ഭാഗം എന്ന് പറയുന്ന ആളുകൾ മരുന്ന് വാങ്ങുന്നതിനൊക്കെ വന്ന് ക്യൂ നിൽക്കുന്ന ഭാഗമാണ്. ആ ഭാഗത്തെ ഉൾപ്പെടെ സീലിംഗുകളാണ് ഇങ്ങനെ അടർന്നു വീഴുന്നത്. ഇത് മരുന്ന് വാങ്ങാൻ വരുന്ന ആളുകളുടെ നേരെ തന്നെ വീഴാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ കെട്ടിടം അനുദിനം ശോചനീയമായി തുടരുന്നു. അതുകൊണ്ട് തന്നെ കെട്ടിടത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മെഡികെയർ ഫാർമസി മാറ്റണം എന്നുള്ള ആവശ്യം ശക്തമാവുന്ന ഒരു സ്ഥിതിയാണ് ഈ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലുള്ളത്. ഓക്കെ, അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.